ശ്രീ സോണി, ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള ആളുകൾ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ കേസുകളോ അതിൻ്റെ ഡീറ്റെയിൽസോ അത്തരം കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ ഈ ഫെയിമിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അപ്പോൾ അതൊരു അർത്ഥത്തിൽ ഒരു ചരടിലൂടെയുള്ള നടത്തമാണ്. എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാം. വിജയം പരാജയം എന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെയുള്ള അൺസർട്ടനിറ്റി ഒക്കെ ഉണ്ട്. ഈ കാര്യത്തിൽ ഈ പറഞ്ഞ അനിശ്ചിതത്വമൊക്കെ ഈ ഡ്രഗിലേക്കൊക്കെ പോകുന്നതിനൊരു ഘടകമാകാം. ഈ വളരെ പ്രശസ്തരായ ആളുകളുടെ ഡ്രഗ് യൂസിന് അതുമൂലമുള്ള മരണങ്ങൾ തന്നെ നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. വളരെ പ്രശസ്തരായ ആളുകൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതിലൊരു പ്രശ്നം ഇവരുടെ ഈ പറഞ്ഞ അൺസർട്ടനിറ്റി കൊണ്ടുണ്ടാവുന്ന ഒരു പക്ഷേ ഒരു പോസിബിലിറ്റിയോ സാധ്യതയോ ഒരു തരത്തിലുള്ള തുടക്കമോ ഒക്കെ. രണ്ടാമത്തേത് ഇവരുടെ ഡ്രഗ് യൂസ് വലിയ തോതിൽ കോപ്പി ചെയ്യപ്പെടാനുള്ള, അത് അനുകരിക്കപ്പെടാനുള്ള സാധ്യത. ഇതിനെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അഭിലാഷേ, സത്യത്തില് ഒരു പ്രധാനപ്പെട്ട വിഷയമാണത്. ഇങ്ങനത്തെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്രെയിമിൽ നിൽക്കുന്ന ആളുകൾക്ക് നമ്മൾ സാധാരണക്കാരെ പോലെ തന്നെ പലതരത്തിൽപ്പെട്ട മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും ഒരു സാധാരണക്കാരൻ പോകുന്നത് പോലെ ഇത്തരത്തിലുള്ള മാനസികാരോഗ്യ വിഷയത്തെ ഒരു സാധാരണ സെറ്റിങ്ങിൽ പോയി അല്ലെങ്കിൽ ഒരു ഡോക്ടറെ പോയി കാണുക, കൗൺസിലിംഗ് എടുക്കുക എന്നൊക്കെ പറഞ്ഞവർക്ക് അത്ര സാധ്യമല്ലാത്തൊരവസ്ഥയുണ്ട്. ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് ഇങ്ങനെ ഒരു സംരംഭമൊക്കെ ഡി അഡിക്ഷനൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ധാരാളം ഗവൺമെന്റിലും ഒക്കെ ധാരാളം സംഗതികളുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു കുഴപ്പം എന്നാ വെച്ചാല് അവിടെ ചെല്ലുന്ന ആളുകളെയൊക്കെ നമ്മൾ വളരെ നെഗറ്റീവായിട്ട് ഇവരെ സ്റ്റിഗ്മാറ്റൈസ് ചെയ്ത് മനോരോഗികൾ എന്ന രീതിയിലാണ് ഈവൻ ഡി അഡിക്ഷൻ പേഷ്യൻസിനെ നമ്മൾ ചാപ്പ കുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ വളരെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഈ ഒരു ഡി അഡിക്ഷനെ വരെ പലപ്പോഴും നെഗറ്റീവായിട്ട് ഇപ്പം നമ്മുടെ അടുത്തൊക്കെ വരുന്ന പല ഫെയിമായിട്ടുള്ള ആളുകൾക്കൊക്കെ സെപ്പറേറ്റ് കോട്ടേജുകളൊക്കെ കൊടുത്ത് നമുക്ക് അവരെ നോക്കേണ്ടി വരുന്നു. കാരണം അവർക്ക് അവരുടെ പ്രൈവസി എന്ന് പറയുന്നത്, മെന്റൽ ഹെൽത്തിനകത്ത് പ്രൈവസിക്ക് പലരും പല കൺസേൺ കൊടുക്കേണ്ടി വരുന്നു. സത്യത്തിൽ നമ്മൾ ഓർക്കേണ്ടുന്നത്, ഈ സിനിമ പോലെയുള്ള കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ ഇത്തരത്തിലുള്ള ഡ്രഗുകളൊക്കെയും അവരുടെ ക്രിയേറ്റിവിറ്റിയെ കൂട്ടുന്ന ഒന്നാണ് എന്ന രീതിയിലാണ്. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. അത് ഈ പറയുന്ന ലഹരികളൊക്കെ ഇനീഷ്യലി അവർക്കൊരു റിലാക്സേഷൻ കൊടുക്കുകയും ആ റിലാക്സേഷൻ ചില ഇൻഹിബിറ്ററി ആയിട്ടുള്ള, ഇപ്പൊ ഉദാഹരണത്തിന് അവരുടെ തലച്ചോറിലെ ചില ഗാബ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയൊക്കെ അത് സപ്രസ് ചെയ്യുന്നതിനകത്തൂടെ അവർക്കൊരു ഫ്രീ എക്സ്പ്രഷൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ അത് കാരണമാവുന്നുണ്ടാവാം. പക്ഷെ ലോങ് റണ്ണിൽ അങ്ങനെയുള്ള കലാകാരന്മാരുടെ പ്രതിഭയെ അത് നശിപ്പിക്കുകയാണ് എന്നുള്ളത് ചിലർക്കും പലപ്പോഴും നമുക്കറിയാം. ഇപ്പൊ സിനിമയെ പോലെയുള്ള ഒരു കലാരൂപത്തിന്റെ പ്രത്യേകത ആളി കത്തി ഇമ്പാക്റ്റ് ഉണ്ടാക്കി പോവുക, അത് നിലനിൽക്കുക എന്ന രീതിയിൽ ഈ കലാരൂപത്തെ കാണുന്ന ആളുകൾ കുറവാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഡ്രഗുകളിലേക്ക് അവർ വരുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോൾ മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 വെച്ചിട്ടാണ് നമ്മൾ ഡി അഡിക്ഷൻ ഒക്കെ നടത്തുന്നത്. പക്ഷെ അപ്പൊ അതിനകത്തൊക്കെ ഉള്ള കാര്യം, ഒരു ഇൻഡിപെൻഡന്റ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ നമുക്കറിയാം വോളണ്ടറി ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു ഓപ്ഷനാണ് പല മെന്റൽ ഹെൽത്തിനകത്ത് പറയുന്നത്. അപ്പൊ പലപ്പോഴും നമുക്കറിയാം പലർക്കും ഇൻവോളണ്ടറി, അതായത് വില്ലിങ് അല്ലാതെ, ഇപ്പൊ ഞാനൊരു ഡ്രഗ് അഡിക്റ്റ് ആണ്, എനിക്ക് ചികിത്സ ആവശ്യമുണ്ട്, ഞാനൊരു പേഷ്യൻ്റായി മാറുന്നു എന്നുള്ളത് ബോധ്യമല്ലാത്ത ആൾക്കാരെ ട്രീറ്റ്മെന്റിന് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു ടാസ്കായി മാറുന്നു. ഇപ്പം ഞങ്ങളെ പോലെയുള്ള മാനസികാരോഗ്യ പ്രവർത്തകർക്ക് ഇത്തരം ഫെയിമായിട്ട് നിൽക്കുന്ന ആളുകളെ ട്രീറ്റ്മെന്റിന് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം, ഇവരെ ഡിറ്റോക്സിഫൈ ചെയ്ത് ഇവരുടെ മസ്തിഷ്കത്തെ ഈ ലഹരിയിൽ നിന്ന് വിമോചിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു ജോലിയാണ്. ആഴ്ചകളോളം നീളുന്ന ഡിറ്റോക്സിഫിക്കേഷനും കൗൺസിലിങ്ങും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഒരു 1 month ഒക്കെ മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ, ഇവരെ ഈ ട്രീറ്റ്മെന്റിന് വിധേയമാക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞങ്ങൾ വല്ലാത്ത വെല്ലുവിളി നേരിടുന്നുണ്ട്. ഇപ്പൊ മാതാപിതാക്കൾ വളരെ സൂത്രത്തിൽ കുട്ടികളെ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും അകത്താക്കി പൂട്ടി ട്രീറ്റ് ചെയ്യുന്ന പോലത്തെ രീതിയാണ് പലപ്പോഴും ഞങ്ങളോടൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് കുടുംബങ്ങളിൽ മക്കളെ എങ്ങനെ ട്രീറ്റ്മെന്റിന് കൊണ്ടുവരണമെന്നറിയാത്തൊരവസ്ഥയുണ്ട്. പലപ്പോഴും ഞാൻ ഇന്നും പത്രത്തിൽ വായിച്ചു, ഒരു മകൻ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയതിന്റെ പേരിൽ ഒരു വീട്ടിൽ കാണിക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച്. അപ്പൊ ഞങ്ങളെപ്പോലെ ആൾക്കാരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൊക്കെ പലപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകൾ വർഷിക്കുന്ന അസഭ്യങ്ങൾ ഞങ്ങളൊക്കെ സഹിക്കേണ്ടി വരുന്നുണ്ട്.
ഇപ്പൊ പൂച്ചക്കാരി മണികെട്ടുമെന്ന് പറഞ്ഞതുപോലെ ഈ ലഹരിയിൽ കൂപ്പുകുത്തിയ ആളുകളെ ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താനും അവരെ ഈ ഒരു 1 month ഒക്കെ നീളുന്ന ഡ്യൂറേഷനിൽ ക്ഷമയോടെ ഈ ട്രീറ്റ്മെന്റിനെ ഫേസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം മൊബൈൽ പോലെയുള്ള ഡിജിറ്റൽ അഡിക്ഷനും കൂടെ ഈ ലഹരിയുടെ ഒപ്പമുണ്ട്. പല ആളുകളും പലതരത്തിൽപ്പെട്ട ആന്റി സോഷ്യൽ ടെൻഡൻസി ഉള്ള ആളുകളാണ്. ഇപ്പം ഈ പരാമർശിക്കപ്പെട്ട പല നടന്മാരെയും എടുത്താൽ ഇവരിൽ പല ആൾക്കാർക്കും പലതരത്തിൽപ്പെട്ട പേഴ്സണാലിറ്റി വൈകൃതങ്ങളുണ്ട്, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ട്രെയ്റ്റുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ വളരെ ഇൻഫ്ലുവൻഷ്യലായി സംസാരിക്കും, എന്നാൽ ഒരു നിയമത്തിനോ ഒരാളുകൾക്കോ അവർ വഴങ്ങാനും തയ്യാറാവുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ പറയുന്നതിനെ പലപ്പോഴും നമുക്കറിയാം, മീഡിയകളൊക്കെ പലപ്പോഴും നെഗറ്റീവ് ടോക്സ് നടത്തുന്ന ആളുകളെ പലപ്പോഴും പല രീതിയിൽ, കാരണം അവർ സംസാരിക്കുന്ന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെപ്പോഴത്തെ ആൾക്കാർക്ക് പേടിയാണ്. ഇപ്പൊ ഒരു ഫെയിം ആയിട്ടുള്ള ഒരാളെ ട്രീറ്റ്മെന്റ് കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ 2 ആഴ്ച അവർ വല്ലാത്ത വിമുഖത കാണിക്കും, പലതരത്തിൽപ്പെട്ട ത്രട്ടനിങ് വരെ ഞങ്ങളോട് ചെയ്യും. അപ്പൊ ഞങ്ങൾ അതിനെയൊന്ന് അതിജീവിച്ച്, ഞങ്ങൾക്കറിയാം ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ അവർ കാമാവും, കൂളാവും, റിലാക്സ്ഡ് ആവും. ഇതേ വഴക്ക് കൂടുന്ന ആളുകൾ തന്നെ പലപ്പോഴും ഞങ്ങളോട് സാർ ആ നിലപാടെടുത്തത് നന്നായി എന്നൊക്കെ പറഞ്ഞ് താങ്ക് യു പറഞ്ഞു. ഒരു വലിയ വെല്ലുവിളിയുള്ള മേഖല കൂടിയാണ് ഡി അഡിക്ഷൻ എന്നുള്ളത്.